കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനും കലാസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മേവടിയും സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്യാമ്പും രജിസ്ട്രേഷൻ ഡ്രൈവും നടത്തുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 2 മണി വരെ മേവട ഗവൺമെന്റ് LPSൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ എൻ ജയരാജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം പാലാ MLA മാണി സി കാപ്പൻ നിർവഹിക്കും. യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. അവയവദാനത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും പറ്റി കേസോട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിനോയ് മാത്യു, ജോയിന്റ് ഡയറക്ടർ ബേസിൽ സാജു എന്നിവർ ക്ലാസുകൾ നയിക്കും. പരിപാടിക്ക് മുന്നോടിയായി രാവിലെ 9:30 മുതൽ ക്ലാസ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും നടക്കും. രക്ഷാധികാരി മധു KR സ്വാഗതം ആശംസിക്കുന്ന യോഗത്തിൽ പ്രസിഡന്റ് ബിജു കുഴുമുള്ളിൽ അധ്യക്ഷത വഹിക്കും. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ്, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ, കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് B, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിക്കും. പ്രസിഡന്റ് ബിജു കുഴുമുള്ളിൽ, ട്രഷറർ ബാലു മേവട, സെക്രട്ടറി സന്തോഷ് മേവട, കോർഡിനേറ്റർ ബേബി മേവട എന്നിവർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ കലാകാരന്മാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ കലാകാരന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയിട്ട് ഒരു മേവട അമ്പലത്തിൽ ഉത്സവത്തിൽ നാടക സ്പോൺസർ ചെയ്യുന്നുണ്ടായ ചെറിയൊരു കൂട്ടായ്മയാണ്. മേവടയിലെ നാടക കൂട്ടുകാർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ സംഘടനയാണ്. പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ മേവട മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഇതൊരു ചാരിറ്റി സംഘടനയാക്കി മാറ്റാമെന്ന ചിന്തയിൽ നിന്നാണ് കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മേവട എന്ന പേരിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പം 4ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവർത്തനം നടക്കുകയും ചെയ്തില്ല. ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സംഘടനകൾക്കുണ്ട്. അല്ലാണ്ട് ഒരു സാധാരണ ഒരു ക്ലബ്ബ് പോലെയോ അല്ലെങ്കിൽ ഒരു സാധാരണ സംഘടന പോലെയോ കുറച്ച് ഒതുങ്ങി പോവാതെ കുറച്ചും കൂടെ വൈകായിട്ട് നിൽക്കണം, ചിന്തിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഓണാഘോഷങ്ങൾ നടത്തിയാണ് തന്നെയും എന്താ പറയുക ഒരു 2020 ഓണാഘോഷം ഇവിടെ ഒരു എമ്മാനുവൽ ഹോം എന്ന് പറഞ്ഞിട്ട് 22 പേര് അടങ്ങുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന വനിതകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഓണാഘോഷം നടത്തിയത്. 2ാമത്തെ വർഷമാണ് ഞങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്നതും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായ നമ്മുടെ ഹരിതകർമ്മ സേനകൾ, അംഗൻവാടി ഹെൽപ്പേഴ്സ്, ആശാവർക്കർമാർ ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഒരു ആദരിക്കലും ഓണാഘോഷവും അവരോടൊപ്പമാണ് നടത്തിയത്. കഴിഞ്ഞ വർഷമാണ് തന്നെ നമ്മുടെ ഗേൾസുകളിലെ കുട്ടികളോടൊപ്പം ഓണാഘോഷം നടത്തിയത്. പിന്നെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം വീൽ ചെയർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി ദിനാചരണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാരിറ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ ചാരിറ്റിയിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് ചേർന്നില്ലാത്തൊരു ഉപകരണം നമ്മുടെ ഐ4A ന്യൂസ് പാലാ.